ഭഗവാന്റെ നാമം 100 തവണ ഉരുവിട്ടതുകൊണ്ടായില്ല. ആത്മാർത്ഥമായി ഒറ്റത്തവണ ഉരുവിട്ടാലും അത് യഥാർത്ഥ ഭക്തൻ തന്നെ. നാരദ മഹർഷിയെ ഭഗവാൻ പഠിപ്പിച്ച ഈ പാഠം ഒന്ന് കേട്ടുനോക്കൂ. ഭാരതീയ പൗരാണിക ഗ്രന്ഥങ്ങളിൽ ബ്രഹ്മാവിൻ്റെ മാനസപുത്രനും മഹാവിഷ്ണുവിൻ്റെ പരമഭക്തനായും നാരദർ അറിയപ്പെടുന്നു. നാരദൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നാരം പരമാത്മ വിഷയകം ജ്ഞാനം ദദാതി ഇതി നാരദ എന്നാണ്. മാനവരാശിക്ക് പരമമായ ജ്ഞാനം പ്രദാനം ചെയ്യുന്നവൻ എന്നർത്ഥം. സദാസമയവും നാരായണ നാരായണ എന്ന് ഉരുവിട്ടുകൊണ്ട് നടക്കുന്ന നാരദർക്ക് തൻ്റെ വിഷ്ണുഭക്തിയെക്കുറിച്ച് വലിയ അഭിമാനമായിരുന്നു. തന്നേക്കാൾ വലിയൊരു വിഷ്ണുഭക്തൻ വേറെ എവിടെയും ഉണ്ടാവില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ധാരണ. പതിവ് സന്ദർശനം പോലെ ഒരു ദിവസം നാരദൻ മഹാവിഷ്ണുവിനെ സന്ദർശിക്കാനായി വൈകുണ്ഠത്തിലെത്തി. സംഭാഷണങ്ങൾക്കിടെ അദ്ദേഹം തൻ്റെ വിഷ്ണുഭക്തിയെപ്പറ്റി ധാരാളം പുകഴ്ത്തിക്കൊണ്ടിരുന്നു. തന്നേക്കാൾ വലിയൊരു വിഷ്ണുഭക്തൻ ഇല്ല എന്ന് സ്ഥാപിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഭഗവാൻ എല്ലാം കേട്ടുകൊണ്ട് മന്ദഹാസം പൂണ്ടു. പിന്നീട് അദ്ദേഹം നാരദനോട് ഇപ്രകാരം പറഞ്ഞു: ശ്രീ എന്ന ഗ്രാമത്തിൽ വലിയൊരു ഭക്തനുണ്ട്, അവനെ പോയി കണ്ടിട്ട് വരൂ എന്ന്. അങ്ങനെ നാരദർ പതിവ് പോലെ തൻ്റെ വീണയുമെടുത്ത് ശ്രീപുരത്തേക്ക് യാത്രയായി. വിഷ്ണു ഭഗവാൻ പറഞ്ഞുകൊടുത്ത അടയാളങ്ങൾ ഉള്ള ഭക്തനെ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ഒരു സാധാരണ കർഷകനാണെന്ന് മനസ്സിലായി. അദ്ദേഹത്തെ കണ്ടുമുട്ടിയതിനു ശേഷം ആ കർഷകനോടൊപ്പം ഒരു ദിവസം തങ്ങാൻ നാരദർ അനുവാദം ചോദിച്ചു. കർഷകൻ സന്തോഷത്തോടെ അത് സമ്മതിക്കുകയും ചെയ്തു. ആ ഒരു ദിവസം മുഴുവൻ കർഷകനോടൊപ്പം കഴിഞ്ഞിട്ടും അദ്ദേഹം ഒരു തവണ പോലും നാരായണ എന്ന് ഉരുവിട്ട് കണ്ടില്ല. പക്ഷേ അന്ന് രാത്രി കർഷകൻ കിടന്നുറങ്ങുന്നതിന് തൊട്ടു മുൻപായി 3 തവണ നാരായണ 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 എന്ന് ഉരുവിടുന്നത് ശ്രദ്ധിച്ചു. അങ്ങനെ ആ ഗ്രാമത്തിൽ നിന്നും തിരിച്ച് വൈകുണ്ഠത്തിലെത്തിയ നാരദർ വിഷ്ണു ഭഗവാനോട് ചോദിച്ചു: ഒരു ദിവസം രാത്രി നേരത്തു മാത്രം 3 തവണ നാരായണ എന്ന് പറയുന്ന ആൾ എങ്ങനെയാണ് ഇത്രയും വലിയ വിഷ്ണുഭക്തനാവുക? കർഷകനോടുള്ള പുച്ഛം ആ വാക്കുകളിൽ പ്രകടമായിരുന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു: ഈ കാണുന്ന എണ്ണപാത്രം എടുത്ത് 1 തവണ പ്രദക്ഷിണം വെച്ച് വരിക. പക്ഷേ എണ്ണ പാത്രത്തിൽ നിന്നും 1 തവണ പോലും തുളുമ്പിപ്പോകരുത്. ഇതാണോ ഇത്ര വലിയ കാര്യം എന്ന മട്ടിൽ നാരദൻ വളരെ എളുപ്പത്തിൽ തന്നെ വൈകുണ്ഠ പ്രദക്ഷിണം വെച്ചു. ഭഗവാൻ അപ്പോൾ ചോദിച്ചു: എണ്ണ തുളുമ്പിയില്ലല്ലോ, പക്ഷേ ഈ പ്രദക്ഷിണത്തിനിടയ്ക്ക് എത്ര തവണയാണ് എന്നെ സ്മരിച്ചത്? എണ്ണയിൽ മുഴുകിയിരുന്നപ്പോൾ താങ്കൾ 1 തവണ പോലും എന്നെ സ്മരിച്ചില്ലല്ലോ. ആ കർഷകനാകട്ടെ കഠിനാധ്വാനം കഴിഞ്ഞ് അദ്ദേഹം വൈകുന്നേരം ഉറങ്ങാൻ നേരത്ത് ആത്മാർത്ഥതയോടും ഭക്തിയോടും കൂടി 1 തവണയെങ്കിലും എന്നെ സ്മരിച്ചില്ലേ? അപ്പോൾ ആ കർഷകൻ വലിയൊരു ഭക്തനല്ലേ? നാരദർക്ക് ഒരു മറുപടിയും പറയാനില്ലായിരുന്നു. അഹങ്കാരം വെടിഞ്ഞ് വളരെ വിനയത്തോടു കൂടിയാണ് നാരദൻ അന്ന് മടങ്ങിയത്. മനസ്സും ശരീരവും ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിന് പകരം സ്വന്തം ഭക്തിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടായിരുന്നു നാരദർ ദൈവനാമം ഉരുവിട്ടുകൊണ്ടിരുന്നത്.